സസ്പെൻസുകൾക്കെല്ലാം ഒടുവിൽ വിജയ് പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ആരായിരിക്കും വിജയുടെ എതിരാളി? ഉത്തരം ഒന്നേയുള്ളൂ, ഉദയനിധി സ്റ്റാലിൻ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പിന്തുടർച്ചാവകാശിയായി ഉയർത്തിക്കൊണ്ടുവരുന്ന അതേ ഉദയനിധി സ്റ്റാലിൻ. വിജയ് ചിത്രങ്ങൾക്കെതിരെ ഉദയനിധി സ്റ്റാലിൻ നിലകൊണ്ടു എന്നതും തൻ്റെ രാഷ്ട്രീയ സ്വാധീനവും റെഡ് ജയന്റ് എന്ന നിർമ്മാണ വിതരണ കമ്പനിയുടെ സ്വാധീനവും ഉപയോഗിച്ച് വിജയ് ചിത്രങ്ങളുടെ റിലീസ് തന്നെ പലപ്പോഴും അനിശ്ചിതത്തിലാക്കി എന്നതും കോടമ്പാക്കത്തെ വില കൂടിയ ഗോസിപ്പുകളിലൊന്നാണ്. സിനിമയിലെ ദളപതി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ കലൈഞ്ചറുടെ കുടുംബത്തിലെ ഇളവരശൻ ഉദയനിധി ഉയർത്തുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാവും? അധികാരത്തിലുള്ള DMKയ്ക്കും പ്രതിപക്ഷമായ അണ്ണാ DMKയ്ക്കും കേന്ദ്രം ഭരിക്കുന്ന BJPയ്ക്കും ഒരേപോലെ അനഭിമതനാണ് വിജയ്. 2010 ശേഷമുള്ള ചിത്രങ്ങളിലും അതിൻ്റെ ഓഡിയോ ലോഞ്ചുകളിലും തനിക്ക് പറയാനുള്ള രാഷ്ട്രീയം ഡയലോഗുകളായും കഥകളായും ടാഗ് ലൈനുകളായും വിജയ് അവതരിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങളുടെ എല്ലാം റിലീസ് സമയങ്ങളിൽ വിവാദങ്ങളും ഉണ്ടാവാറുണ്ട്. കത്തി, സർക്കാർ, മെർസൽ തുടങ്ങിയ ചിത്രങ്ങളിലെ ഡയലോഗുകളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ വിമർശനങ്ങൾ വിജയ് നടത്തിയിരുന്നു. മെർസലിൽ BJP സർക്കാരിനെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ സംഘപരിവാർ വൃത്തങ്ങളിൽ നിന്ന് കടുത്ത എതിർപ്പുകളാണ് താരത്തിനും സിനിമയ്ക്കും നേരിടേണ്ടി വന്നത്. വിജയ് ക്രിസ്ത്യാനിയാണെന്നും അതുകൊണ്ടാണ് അമ്പലങ്ങൾക്ക് പകരം ആശുപത്രി വേണമെന്നുള്ള ഡയലോഗ് സിനിമയിൽ പറഞ്ഞതെന്നുമായിരുന്നു സംഘപരിവാറിന്റെ ആരോപണം. വിജയുടെ മുഴുവൻ പേര് ജോസഫ് വിജയ് ആണെന്നതായിരുന്നു ഇതിന് അവർ കണ്ടെത്തിയ ന്യായം. എന്നാൽ അതിലെന്താണ് തെറ്റെന്ന് തൻ്റെ മുഴുവൻ പേരായ ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന് വ്യക്തമാക്കുന്ന ലെക്ചർ പാഡിൽ പുറത്തുവിട്ട പ്രസ്താവനയിൽ ചോദിച്ചുകൊണ്ടായിരുന്നു വിജയ് ഇതിന് മറുപടി നൽകിയത്. ജീസസ് രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പ്രസ്താവന ആരംഭിക്കുന്നത്. 2016 കേന്ദ്ര സർക്കാരിൻ്റെ നോട്ട് നിരോധനത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്ന അപൂർവം ചില താരങ്ങളിൽ ഒരാൾ കൂടിയായിരുന്നു വിജയ്. തൻ്റെ സർക്കാർ എന്ന ചിത്രത്തിൽ ജയലളിത സർക്കാർ കൊണ്ടുവന്ന ഫ്രീബീസ് പദ്ധതികളെയും GSTയെയും എല്ലാം വിജയ് വിമർശിച്ചിരുന്നു. വോട്ടും രാഷ്ട്രീയവുമെല്ലാം കടന്നു വന്ന ആ ചിത്രത്തോടെ വിജയ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമെന്ന ചർച്ചകൾ വീണ്ടും സജീവമായി. ഇതിനിടെ 2 തവണ വിജയ്ക്ക് ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയ്ക്ക് വിധേയനാവേണ്ടി വന്നു. സിനിമയിലും ജീവിതത്തിലും കേന്ദ്ര സർക്കാർ നിലപാടുകളെയും നയങ്ങളെയും തുറന്നെതിർത്തതിൻ്റെ പേരിൽ ഭരണകൂടം വിജയെ വേട്ടയാടുകയാണെന്ന തരത്തിലാണ് ആരോപണങ്ങൾ ഉയർന്നത്. വിജയെ കസ്റ്റഡിയിലെടുത്തുവെന്ന വാർത്ത പരന്നതോടെ ആയിരങ്ങളാണ് നെയ്വേലിയിലെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് ഇരച്ചെത്തിയത്. അന്ന് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് ഏറെ പ്രയാസപ്പെട്ടു. ഒടുവിൽ വിജയ് നേരിട്ടെത്തി ആരാധകർക്കൊപ്പം സെൽഫി എടുത്തു. കൊടുങ്കാറ്റായി മാറിയ ആ ചിത്രമായിരുന്നു ട്വിറ്ററിൽ ആ വർഷം ഏറ്റവും അധികം റീട്വീറ്റ് ചെയ്യപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസം സൈക്കിൾ ചവിട്ടി പോളിംഗ് ബൂത്തിലേക്ക് പോയതിലൂടെ വിജയ് രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയെന്ന ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. കമലും അന്ന് രജനീകാന്തും തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി പ്രവേശനം പ്രഖ്യാപിച്ചതോടെ വിജയും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന് വിലയിരുത്തി. ഇതേ തിരഞ്ഞെടുപ്പിലാണ് ഉദയനിധി എന്ന DMK നേതാവ് പിറവികൊള്ളുന്നതും. ചെപ്പോക്ക് തിരുവല്ലിക്കേനി നിയമസഭാ മണ്ഡലത്തിൽ നിന്നായിരുന്നു ഉദയനിധി വിജയിച്ചത്. ഒരു വർഷത്തിനു ശേഷം മന്ത്രിസഭയിലേക്ക് യുവജനക്ഷേമ കായിക വികസന മന്ത്രിയായി ഉദയനിധി എത്തുകയും ചെയ്തു. ഇതിനിടെയാണ് വിജയ് ചിത്രങ്ങൾക്ക് ഉദയനിധി സ്റ്റാലിൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി ആരോപണമുയർന്നത്. ഏറ്റവും ഒടുവിൽ വിജയ് ചിത്രമായ ലിയോയുടെ ഓഡിയോ ലോഞ്ച് അവസാന നിമിഷം റദ്ദാക്കി. സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചതോടെയാണ് നിർമ്മാതാക്കൾ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയത്. പിന്നീട് ചിത്രത്തിന് പുലർച്ചെ 4-ന് സ്പെഷ്യൽ ഷോയ്ക്ക് അനുമതി നൽകിയ തമിഴ്നാട് സർക്കാർ ഏറെ വൈകാതെ ആ തീരുമാനം പിൻവലിക്കുകയും ചെയ്തു. സിനിമയുടെ വിതരണാവകാശം സംബന്ധിച്ച തർക്കം മുതൽ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചുള്ള ചർച്ചകളടക്കം ഇതിന് കാരണമായി പറഞ്ഞു. ഒടുവിൽ വിജയ് തൻ്റെ കരിയറിൻ്റെ ഏറ്റവും പീക്ക് ടൈമിൽ നിൽക്കുമ്പോൾ ഏറ്റെടുത്ത സിനിമകൾക്ക് ശേഷം പൂർണ്ണമായി രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സമാനമായി ഉദയനിധി സ്റ്റാലിനും മാമന്നൻ എന്ന ചിത്രത്തിനു ശേഷം അഭിനയം മതിയാക്കി പൂർണ്ണമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. പെരിയാർ, കാമരാജ്, അംബേദ്കർ, APJ അബ്ദുൽ കലാം എന്നിവരെയാണ് വിജയ് തൻ്റെ രാഷ്ട്രീയ ഐക്കണുകളായി ഉയർത്തിക്കാണിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ശക്തമായ ഒരു പ്രതിപക്ഷം നിലവിൽ തമിഴ്നാട്ടിലില്ല. അധികാരത്തിലേറാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഈ പ്രതിപക്ഷ സ്ഥാനമായിരിക്കും വിജയുടെയും സംഘത്തിൻ്റെയും ആദ്യ ലക്ഷ്യം. തമിഴ്നാട്ടിൽ തനിക്കുള്ള ആരാധക പിന്തുണ വോട്ടാക്കി മാറ്റാൻ സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം വിജയ്ക്കുണ്ട്. അതേസമയം DMK എന്ന ദ്രാവിഡ പാർട്ടിയുടെ ശക്തമായ പാരമ്പര്യം തന്നെ തുണയ്ക്കുമെന്ന വിശ്വാസം ഉദയനിധിക്കുമുണ്ട്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് ഉദയനിധി ആശംസകൾ അറിയിക്കുകയും ചെയ്തു.
ആർക്ക് വേണമെങ്കിലും രാഷ്ട്രീയത്തിൽ വരാമെന്നും ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ സാധിക്കട്ടെ എന്നുമായിരുന്നു ഉദയനിധിയുടെ ആശംസ. മുമ്പ് കരുണാനിധിയെ അധികാരത്തിൽ നിന്നിറക്കിയ MGRനെ പോലെ ഉദയനിധി എന്ന രാഷ്ട്രീയക്കാരനെ വിജയ് എന്ന സിനിമാക്കാരൻ താഴെ ഇറക്കുമോ, അതോ മുൻഗാമികളെ പോലെ രാഷ്ട്രീയത്തിൽ വിജയ് പരാജയപ്പെടുമോ എന്നാണ് ഇനി അറിയേണ്ടത്.